വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ ഒരു രൂപം ഇവിടെയുണ്ട്. അപ്പോൾ നമ്മൾ ആ രൂപത്തിൽ നിന്നാണ്, ആ രൂപത്തിൻ്റെ കാലടിയിൽ നിന്നാണ് നമ്മൾ ഇവിടുന്ന് യാത്രയൊക്കെ തുടങ്ങുന്നത്. ഇവിടുന്ന് യാത്ര മുകളിലേക്ക് തുടങ്ങാം. തിരുവത്താഴം കഴിച്ച ശേഷം യേശു തൊട്ടടുത്തുള്ള ഗസ്തമന എന്നു പേരുള്ള തോട്ടത്തിലേക്കാണ് പോയത്. പ്രാർത്ഥനയിൽ തമ്പുരാൻ വരാനിരിക്കുന്ന സംഭവങ്ങളെ മുൻകൂട്ടി കാണുന്നുണ്ട്. പിതാവേ, അങ്ങേക്ക് സാധ്യമല്ലാത്തതൊന്നുമില്ല. കഴിയുമെങ്കിൽ ഈ ദുഃഖഭാരം എന്നിൽ നിന്ന് നീക്കിയാലും ഇതെല്ലാം ഞാൻ അനുഭവിക്കണമെന്നുണ്ടോ? എന്നാൽ എൻ്റെ ഇച്ഛയല്ല, അങ്ങയുടെ ഇഷ്ടം നടക്കട്ടെ എന്ന് തമ്പുരാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഗസ്തമന തോട്ടത്തിൻ്റെ ഉൾവനത്തിൽ യേശുവിനെ യൂദാസ് ഒറ്റുകൊടുക്കുന്നത് ഒരു ചുംബനത്തിലൂടെയാണ്. കർത്താവ് അപ്പോൾ ചോദിക്കുന്നുണ്ട്, മനുഷ്യപുത്രനെ ചുംബനം കൊണ്ട് വഞ്ചിക്കുകയാണോ എന്ന് യൂദാസിനോട് യേശു ചോദിക്കുന്നതായി പറയുന്നു. ബന്ധനസ്ഥനാക്കിയ യേശുവിനെ പട്ടാളക്കാർ നേരെ ഹന്നാവിൻ്റെ അടുത്തേക്കാണ് കൊണ്ടുപോയത്. അവിടെയാണ് വിചാരണ നടക്കുന്നത്. വിചാരണ സമയം ഹന്നാവ് ഗൗരവത്തിലും കടുപ്പിച്ചും തിരിച്ചും മറിച്ചും യേശുവിനോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. ഒരു കുറ്റക്കാരനാക്കി തീർക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങളായിരുന്നു ആ ചോദ്യങ്ങളെല്ലാം. വിചാരണ സമയത്തെല്ലാം യേശു കൃത്യമായ ഉത്തരങ്ങളെല്ലാം പറഞ്ഞിരുന്നു എങ്കിൽ പോലും യേശുവിന് വധശിക്ഷ വിധിക്കുകയാണ് ഹന്നാവ്. വിചാരണ വേളയിൽ യേശുവിൻ്റെ ഉറ്റ സുഹൃത്തും ശിഷ്യന്മാരുമായ യോഹന്നാൻ, പത്രോസ് എന്നിവർ യേശുവിനെ കാണാനെത്തുന്നുണ്ട്. ആ വേദിയിൽ അവിടെ വെച്ച് പത്രോസ് യേശുവിനെ തള്ളിപ്പറയുന്നതായി നാം വായിക്കുന്നുണ്ട്. വിചാരണ പൂർത്തിയായ യേശുവിന് വധശിക്ഷ വിധിച്ചു. 2 കള്ളന്മാരോടൊപ്പം യേശുവിൻ്റെ അവസാന യാത്ര അവിടെ ആരംഭിക്കുകയാണ്. നഗരവീതിയിലൂടെ യേശുവിനെയും വഹിച്ചുകൊണ്ട് പട്ടാളക്കാരിങ്ങനെ യാത്ര പോകുമ്പോൾ യേശുവിനെ പരിഹസിച്ചുകൊണ്ട് യഹൂദ രാജാവ് വാണാലും എന്നെല്ലാം പറഞ്ഞ് പരിഹസിക്കുകയും ആർത്തു വിളിക്കുകയും മുഖത്ത് തുപ്പുകയും ചമ്മട്ടി കൊണ്ടടിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സമയം ക്ഷീണം കൊണ്ടും ആളുകളുടെ ദ്രോഹം കൊണ്ടും കുരിശിൻ്റെ കനം കൊണ്ടും അവശനായി യേശു നിലത്ത് വീഴുന്നുണ്ട്. നമ്മൾ എഴുകുംവയൽ കുരിശുമലയുടെ 5ാമത്തെ സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. ചൂടുണ്ട്, നല്ല കയറ്റമുണ്ട്. യേശു വീണപ്പോൾ അവിടെ നിന്ന ഒരു യുവതി ഓടി വന്ന് ഒരു തുണി കൊണ്ട് യേശുവിൻ്റെ മുഖം തുടച്ചു. ഈ ഘട്ടത്തിൽ പട്ടാളക്കാർ ആ വഴി വന്ന ഒരു ശീമോൻ എന്ന കർഷകനെ അവൻ്റെ ചുമലിൽ ഈ കുരിശ് വെച്ചു കൊടുക്കുന്നു. ഇത്രയൊക്കെ ദ്രോഹങ്ങൾ ചെയ്തത് കൂടാതെ ഇവൻ യഹൂദന്മാരുടെ രാജാവായ നസ്രയത്തിലെ യേശുവാണ് എന്നൊരു പലകയിൽ എഴുതി കഴുത്തിൽ കെട്ടിത്തൂക്കി. ആ ലിഖിതം പല യഹൂദന്മാരും വായിച്ചു. ഇത് കണ്ട പുരോഹിതന്മാർ പീലാത്തോസിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് എഴുതിയത് തിരുത്തുവാൻ ആവശ്യപ്പെട്ടു. യഹൂദരുടെ രാജാവ് എന്നല്ല എഴുതേണ്ടത്, യഹൂദരുടെ രാജാവെന്ന് അവൻ സ്വയം അവകാശപ്പെട്ടു എന്നാണ് എഴുതേണ്ടത് എന്ന് പറഞ്ഞു. പീലാത്തോസ് ആവട്ടെ ആ ആവശ്യത്തിന് വഴങ്ങിയില്ല. ഞാൻ എഴുതുവാൻ ആജ്ഞാപിച്ചത് എഴുതിക്കഴിഞ്ഞു, ഇനി അത് മാറ്റുവാൻ എനിക്ക് ഭാവമില്ല. വേദനയോടെ ആ യാത്രയെ അനുഗമിച്ചവരുടെ എണ്ണം കുറവല്ലായിരുന്നു. അവരെ കൂടാതെ യേശുവിനെ അനുഗമിക്കുകയും സഹായിക്കുകയും ചെയ്ത പലരും അവരുടെ കൂടെ ഒന്നിച്ചുണ്ടായിരുന്നു. ലാസറിൻ്റെ സഹോദരിയായ മറിയയും യേശുവിൻ്റെ മാതാവായ മറിയയുമുണ്ട്. കർത്താവിൻ്റെ പീഡാനുഭവ യാത്രയിൽ ഞാനിപ്പോൾ 7ാമത്തെ സ്ഥലത്തെത്തി. 7ാമത്തെ സ്ഥലം കുറച്ച് കുടിവെള്ളമൊക്കെ കുടിച്ചു. വെള്ളമുണ്ട്. നമുക്ക് വീണ്ടും യാത്ര തുടരാം അങ്ങോട്ട് തന്നെ. എന്നാൽ
യഹൂദരിൽ അധികം പേരും ഈ കാഴ്ചകളെല്ലാം കണ്ട് സന്തോഷിക്കുന്നവരായിരുന്നു. മറ്റു ചിലർ ഈ മഹാപുരുഷൻ്റെ ദർശനത്തിനായി കാത്തുനിന്നു. കുറേ സ്ത്രീകൾ വിങ്ങിപ്പൊട്ടി കരയുന്നുണ്ടായിരുന്നു. ഇത്ര ഭാരമുള്ള കുരിശ് ചുമന്നുകൊണ്ടു പോകുന്ന ശീമോൻ്റെ ചുമലിൽ കർത്താവ് കൈകൾ വച്ചു. ഇത്ര ഭാരമുള്ള കുരിശ് ചുമക്കുന്ന ശീമോൻ്റെ ചുമലിൽ കർത്താവ് കൈമെല്ലെ വെച്ചപ്പോൾ ശീമോന് കുരിശിൻ്റെ ഭാരം കുറയുന്നതായും ഒരാനന്ദം തോന്നുകയും ആ മുഖത്ത് സ്ഫുരിച്ചു. ഒരു രാജാവിൻ്റെ പല്ലക്ക് വഹിക്കുകയാണ് താൻ എന്ന ഭാവത്തോടു കൂടിയാണ് ശീമോൻ യേശു ഒന്നിച്ച് കുരിശു വഹിച്ച് നടന്നത്. അങ്ങനെ ഗാഗുൽത്താ മലയിലേക്കുള്ള യാത്ര തുടർന്നു. പിന്നെ ഒരു ഉദ്യോഗസ്ഥൻ സ്ത്രീകൾ നിൽക്കുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞു. അവരുടെ കൂട്ടത്തിൽ ഒരു സ്ത്രീ അയാളുടെ ശ്രദ്ധ പ്രത്യേകം ആകർഷിച്ചു. ആ സ്ത്രീയുടെ പ്രായം പറയാൻ പ്രയാസമാണ്. ഒരു നിത്യ യൗവനം ആ മുഖത്ത് കാണാമായിരുന്നു. ഉദ്യോഗസ്ഥൻ കുതിരപ്പുറത്ത് നിന്നിറങ്ങി ആ സ്ത്രീയുടെ അടുത്ത് ചെന്നു. ആരാണ് നിങ്ങൾ എന്ന് ചോദിച്ചു. സ്ത്രീ പറഞ്ഞു, ഞാൻ മറിയ, അവൻ്റെ അമ്മയാണ്. അവരോട് അവിടെ നിന്ന് പോകുവാൻ പറയുവാനാണ് ആ ഉദ്യോഗസ്ഥന് തോന്നിയതെങ്കിലും ആ വിചാരം അടക്കി. നിങ്ങൾക്ക് ഇതെല്ലാം കാണുന്നത് അത്ര സുഖകരമായിരിക്കില്ല. ഗാഗുൽത്താ മലയിൽ കുരിശേറ്റിയ പിതാവിൻ്റെ ഓർമ്മ നാളിൽ നമുക്ക് നൊയമ്പിലൂടെ ആത്മനിയന്ത്രണത്തിൻ്റെ ആപാതചൂട സൗന്ദര്യമാണ് ലഭിക്കുക. ഉപകാരത്തിൻ്റെയും പ്രാർത്ഥനയുടെയും പരോപകാരത്തിൻ്റെയും പാതയിലൂടെ സാക്ഷാത്കൃതമാകുന്നത് കർത്താവായ മിശിഹായ്ക്ക് നാം ഓരോരുത്തരും കൊടുക്കുന്ന വാഗ്ദാനമാണ്. കർത്താവിൻ്റെ വീണ്ടെടുപ്പിന് ഉയർപ്പിനായി കാത്തിരിക്കാം. ഇപ്പോൾ എഴുമലയിൽ കുരിശുമലയിൽ വന്നു. നല്ല രസമായിരുന്നു. നല്ല ആത്മീയ പ്രചോദനം കിട്ടുന്ന, ആത്മീയ ഉണർവ് കിട്ടുന്ന ഒരു യാത്രയായിരുന്നു. കഞ്ഞിയും അതുപോലെ തന്നെ മാങ്ങാച്ചാറ്, തോരൻ, നേർച്ചക്കഞ്ഞിയാണ് നമുക്കിന്ന് കഴിച്ചു നോക്കാം.